high and low gravity dams. The principal stresses calculated for an elementary profile is given by sigma is equal to gamma WH into SC minus C plus 1. Principal stress is given by sigma is equal to gamma WH into SC minus C plus 1. Since all other factors are fixed, sigma varies only with H. So, principal stress in the formula is sigma is equal to gamma WH into SC minus C plus 1. ഇതിലെ എല്ലാ ഫാക്ടേഴ്സും ഫിക്സ്ഡ് ആണ്. അതുകൊണ്ട് sigma will depend only on H. Sigma will depend only on H. Now, in order to avoid failure by crushing, അതായത് ഡാം ഫെയിലിയർ ബൈ ക്രഷിംഗ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി എന്താണ് കണ്ടീഷൻ? ടു അവോയ്ഡ് ഫെയിലിയർ ബൈ ക്രഷിംഗ് സിഗ്മ ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മാക്സിമം കംപ്രസീവ് സ്ട്രെസ് ഓഫ് മെറ്റീരിയൽ. Sigma should be less than or equal to maximum compressive stress of material. Dam material maximum compressive stress നേക്കാളും ചെറുതായിരിക്കണം എന്ത് വാല്യൂ? പ്രിൻസിപ്പൽ സ്ട്രെസ് സിഗ്മയുടെ വാല്യൂ. So if F is the allowable stress of the dam, then maximum height can be obtained in an elementary profile without exceeding allowable compressive stress of the dam material given as. If allowable compressive stress, maximum allowable compressive stress F ആണെങ്കിൽ elementary profile നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും the maximum height which can be obtained without exceeding allowable compressive stress. എങ്ങനെ കണ്ടുപിടിക്കാം? If the allowable compressive stress is F ആണ് allowable compressive stress എങ്കിൽ നമുക്ക് maximum height കണ്ടുപിടിക്കാൻ പറ്റും. allowable compressive stressനെ exceed ചെയ്യാതെ കിട്ടേണ്ട maximum height നമുക്ക് elementary profile എത്രയാണെന്ന് കണ്ടുപിടിക്കാം. that is F is equal to gamma WH into SC minus C plus 1. അപ്പോൾ അതിൽ നിന്ന് കിട്ടും H is equal to F by gamma W into SC minus C plus 1. നമ്മൾ പറയുന്നത് എന്താണ്? ഡാം ക്രഷിംഗ് കൊണ്ട് ഫെയിൽ ആവാതിരിക്കണമെങ്കിൽ അതിൽ വരുന്ന പ്രിൻസിപ്പൽ സ്ട്രെസ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു maximum compressive stress of the material. അപ്പോൾ മെറ്റീരിയലിലെ allowable compressive stress സ്മോൾ f ആണെങ്കിൽ നമുക്ക് ഡാമിന് പറ്റുന്ന maximum height without exceeding the allowable compressive stress അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല F is equal to sigma WH into SC minus C plus 1. അതായത് ഇതിന്റെ ലിമിറ്റിംഗ് കണ്ടീഷൻ. ഇതിൽ കൂടുതൽ h വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഡാം ഫെയിൽ ആവും. അപ്പോൾ H is equal to F by gamma W SC minus C plus 1. So the lowest value of H will be obtained when C is equal to 0. That is when uplift is neglected. അപ്പോൾ ഏറ്റവും കുറഞ്ഞ H വാല്യൂ വരണമെന്നുണ്ടെങ്കിൽ C വാല്യൂ 0 ആയിരിക്കണം. ഇതിൽ C വാല്യൂ കൂടുന്നതനുസരിച്ച് H ന്റെ വാല്യൂ കുറഞ്ഞു വരും. ഈ C വാല്യൂ കൂടുന്തോറും H ന്റെ വാല്യൂ കുറഞ്ഞു വരും. അപ്പൊ നമുക്ക് വേണ്ടത് മാക്സിമം പോസിബിൾ ഹൈറ്റ് ആണ്. അപ്പൊ മാക്സിമം പോസിബിൾ ഹൈറ്റ് C should be equal to 0. അതായത് അപ്ലിഫ്റ്റ് ഇല്ലാതെ എടുക്കുവാണെങ്കിൽ H നമുക്ക് മാക്സിമം ആയിട്ട് കിട്ടും. കാരണം ഡിനോമിനേറ്ററിൽ നമ്മൾ C കൊണ്ട് സബ്ട്രാക്ട് ചെയ്യുവാണല്ലോ. അപ്പോൾ H ന്റെ lowest value of H which will be obtained is when C is equal to 0.
സി 0 ആയിട്ട് എടുക്കുമ്പോഴാണ് നമുക്ക് ലോവസ്റ്റ് വാല്യൂ ഓഫ് എച്ച് കിട്ടുന്നത്. ലോവസ്റ്റ് വാല്യൂ ഓഫ് എച്ച് കിട്ടുന്നത് സി ഇസ് ഈക്വൽ ടു 0 ആകുമ്പോഴാണ്. സി 0 ആകുമ്പോൾ ഈ ഡിനോമിനേറ്റർ മാക്സിമം ആവും. അപ്പൊ എച്ചിന്റെ വാല്യൂ ലോവസ്റ്റ് ആയിരിക്കും. ലോവസ്റ്റ് വാല്യൂ ഓഫ് എച്ച് വരുന്നത് സി 0 ആകുമ്പോൾ that is when uplift is negative. So for determining the limiting height and to be on safer side, uplift is negative. അപ്പോൾ മാക്സിമം പോസിബിൾ ഹൈറ്റ് എന്ന് പറയുന്നത് സി 0 ആക്കി തന്നെയാണ് എടുക്കുന്നത്. സോ എച്ച് മാക്സ് വിൽ ബി ഈക്വൽ ടു എഫ് ഡിവൈഡഡ് ബൈ ഗാമ ഡബ്ല്യു ഇൻറ്റു എസ് സി പ്ലസ് 1. ഇതിനെയാണ് ലിമിറ്റിംഗ് ഹൈറ്റ് എന്ന് പറയുന്നത്. ഇതിനെ ലിമിറ്റിംഗ് ഹൈറ്റ് എന്ന് പറയും. If the height of a dam having elementary profile of a triangle is more than that given by the above equation, maximum compressive stress generated will exceed the allowable value. അതായത് നമ്മളിപ്പോൾ ഒരു ഡാമിന്റെ എലിമെന്ററി പ്രൊഫൈൽ ഉള്ള ഒരു ഡാമിന്റെ ഹൈറ്റ് എടുക്കുവാണെങ്കിൽ ഈ ഇക്വേഷനേക്കാളും കൂടുതലാണ് ആ ഹൈറ്റ് എങ്കിൽ അതിൽ വരുന്ന മാക്സിമം കംപ്രസീവ് സ്ട്രെസ് എന്ന് പറയുന്നത് അലോവബിൾ വാല്യൂവിനേക്കാളും കൂടും. അപ്പൊ നമ്മൾ എലിമെന്ററി പ്രൊഫൈൽ, അതായത് ഒരു ട്രയാങ്കുലർ എലിമെന്ററി പ്രൊഫൈലുള്ള ഗ്രാവിറ്റി ഡാമിന്റെ ഹൈറ്റ് നോക്കുമ്പോൾ ആ ഹൈറ്റ് എച്ച് മാക്സ് എന്നുള്ള വാല്യൂവിനേക്കാളും കൂടുതലാണെങ്കിൽ, ഇഫ് ഹൈറ്റ് എക്സീഡ്സ് ദ വാല്യൂ എച്ച് മാക്സ്, വാട്ട് ഹാപ്പൻസ്? അലോവബിൾ സ്ട്രെസ്സിനെ, അതിനകത്ത് വരുന്ന കംപ്രസീവ് സ്ട്രെസ് എക്സീഡ് ചെയ്യും. അതിൽ വരുന്ന സ്ട്രെസ്സിനെ എന്താണ്? അലോവബിൾ സ്ട്രെസ്സിനെ ആ ഡാമിൽ വരുന്ന സ്ട്രെസ് എക്സീഡ് ചെയ്യും. ദാറ്റ് ഈസ് ഇഫ് ദ ഹൈറ്റ് ഓഫ് elementary profile of a gravity dam, if the height of elementary profile of a gravity dam is greater than h max, then compressive stress generated will be greater than the allowable stress. So in order to keep it safe within limits, extra slopes on the upstream and downstream below limiting height will have to be given. If h greater than h max, h max എന്ന് പറയുന്നത് ലിമിറ്റിംഗ് ഹൈറ്റ്, ഡാമിന്റെ ഹൈറ്റ് h മാക്സിനേക്കാളും കൂടുതലാണെങ്കിൽ compressive stress will be greater than allowable stress. എച്ച് മാക്സിനേക്കാളും കൂടുതലാണ് ഡാമിന്റെ ഹൈറ്റ് എങ്കിൽ അതിൽ വരുന്ന കംപ്രസീവ് സ്ട്രെസ് അലോവബിൾ സ്ട്രെസ്സിനെ എക്സീഡ് ചെയ്യും. അതുകൊണ്ട് എന്ത് ചെയ്യണം? സോ പ്രൊവൈഡ് എക്സ്ട്രാ കോൺക്രീറ്റ് ഓൺ അപ്സ്ട്രീം ആൻഡ് ഡൗൺസ്ട്രീം ബിലോ എച്ച് മാക്സ്. അപ്പൊ ലിമിറ്റിംഗ് ഹൈറ്റിന് താഴെ അപ്സ്ട്രീമിലും ഡൗൺസ്ട്രീമിലും നമ്മൾ എക്സ്ട്രാ കോൺക്രീറ്റ് പ്രൊവൈഡ് ചെയ്യും. ലിമിറ്റിംഗ് ഹൈറ്റിന്റെ വാല്യൂ എച്ച് മാക്സ് എന്ന് പറയുന്നത് എഫ് ബൈ ഗാമ ഡബ്ല്യു ഇൻറ്റു എസ് സി പ്ലസ് 1, where f is the allowable stress. ഇനി ആക്ച്വലി ഡാമിന്റെ ഇത് ലിമിറ്റിംഗ് ഹൈറ്റ് എന്ന് പറയും. പക്ഷെ ഡാമിന്റെ ഹൈറ്റ് ലിമിറ്റിംഗ് ഹൈറ്റിനെ എക്സീഡ് ചെയ്യുവാണെങ്കിൽ എന്ത് സംഭവിക്കും? അലോവബിൾ സ്ട്രെസ്സിനെക്കാട്ടിലും വരും ഡാമിലുള്ള കംപ്രസീവ് സ്ട്രെസ്. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി, അതായത് അതിനെ ലിമിറ്റ്സിൽ വെക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ, അങ്ങനെ ഹൈറ്റ് കൂടുതലുള്ള ഡാമിന്റെ ലിമിറ്റിംഗ് ഹൈറ്റിന് താഴോട്ടുള്ള പോർഷനിൽ എക്സ്ട്രാ കോൺക്രീറ്റ് പ്രൊവൈഡ് ചെയ്യും on both upstream and downstream. ഇനി നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് ഹൈ ആൻഡ് ലോ ഗ്രാവിറ്റി ഡാം. ഇനി ഡാമിനെ എങ്ങനെ ഹൈ ഗ്രാവിറ്റി ഡാം, ലോ ഗ്രാവിറ്റി ഡാം എന്ന് പറയും? ഇഫ് h less than or equal to h max, it is a low gravity dam. അതുപോലെ if h greater than h max, ആ ലിമിറ്റിംഗ് ഹൈറ്റിനേക്കാളും കൂടുതലാണെങ്കിൽ ഹൈ ഗ്രാവിറ്റി ഡാം എന്ന് വിളിക്കും. സോ ലോ ഗ്രാവിറ്റി ഡാം എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു
limiting height, and high gravity dam എന്ന് പറഞ്ഞാൽ ഡാമിന്റെ height will be greater than the limiting height. Figure is given. So far we have seen the elementary profile of a gravity dam. Elementary profile of a gravity dam എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ ആയിരുന്നു വിത്ത് മാക്സിമം വാട്ടർ സർഫസ് അറ്റ് അപ്പെക്സ്. അതായത് എലിമെന്ററി പ്രൊഫൈൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ട്രയാംഗിൾ വിത്ത് മാക്സിമം വാട്ടർ സർഫസ് അറ്റ് ദി അപ്പെക്സ്. അപ്പൊ നമ്മൾ കണ്ട എലിമെന്ററി പ്രൊഫൈൽ എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഈസ് എ തിയററ്റിക്കൽ പ്രൊഫൈൽ. നമുക്ക് പ്രാക്ടിക്കലി അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഫൈൽ അല്ല എലിമെന്ററി പ്രൊഫൈൽ. So elementary profile is a theoretical profile. Elementary profile is a theoretical profile. So in order to cater to the practical needs, certain changes will have to be made in this elementary profile. നമുക്ക് പ്രാക്ടിക്കലി അഡോപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എലിമെന്ററി പ്രൊഫൈലിൽ കുറച്ച് ചേഞ്ചസ് വരുത്തേണ്ട ആവശ്യമുണ്ട്. ദാറ്റ് ഈസ് വി ഹാവ് ടു പ്രൊവൈഡ് എ സ്ട്രെയിറ്റ് ടോപ്പ് വിഡ്ത് ഫോർ റോഡ് കൺസ്ട്രക്ഷൻ ഓവർ ദ ടോപ്പ് ഓഫ് എ ഡാം. വി നീഡ് സ്ട്രെയിറ്റ് ടോപ്പ് വിഡ്ത് ഫോർ റോഡ് over the top of dam. ഡാമിന്റെ മുകളിൽ റോഡ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്ട്രെയിറ്റ് ടോപ്പ് വിട്ട് പ്രൊവൈഡ് ചെയ്യണം. മറ്റേ എലിമെന്ററി പ്രൊഫൈലിൽ എങ്ങനെയായിരുന്നു? ടോപ്പ് വിട്ട് 0 ആയിരുന്നു. പക്ഷെ നമുക്ക് പ്രാക്ടിക്കലി ഡാമിന്റെ മുകളിലൂടെ റോഡ് കൺസ്ട്രക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്, ഇൻസ്പെക്ഷനും വേറെ കാര്യങ്ങൾക്കുമായിട്ട്. അങ്ങനെയുള്ള കേസ് അപ്പൊ നമുക്ക് എന്ത് വേണം? ഒരു ടോപ്പ് വിട്ട് 0 ആക്കി വെക്കാൻ പറ്റില്ല. സോ വി നീഡ് ടു പ്രൊവൈഡ് എ സ്ട്രെയിറ്റ് ടോപ്പ് വിട്ട്. പിന്നെ നമ്മൾ എലിമെന്ററി പ്രൊഫൈലിൽ പറഞ്ഞത് ടോപ്പ് എന്ന് പറയുന്നത് ടോപ്പ് വിട്ട് 0 ആയിരുന്നു. ആ ടോപ്പ് എന്ന് പറയുന്നത് വാട്ടർ ലെവൽ അറ്റ് റിസർവോയറിലായിരുന്നു. ബട്ട് പ്രാക്ടിക്കലി വി നീഡ് ടു പ്രൊവൈഡ് എ ഫ്രീ ബോർഡ് അബവ് ദ ടോപ്പ് വാട്ടർ സർഫസ്. വി നീഡ് ടു പ്രൊവൈഡ് ഫ്രീ ബോർഡ് അബവ് ടോപ്പ് വാട്ടർ സർഫസ്. എന്തിനാണ്? വാട്ടർ ഡാമിന് മുകളിലൂടെ സ്പിൽ ചെയ്ത് ഡാം ഓവർടോപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. വേവ് ആക്ഷൻ കാരണം ഡാമിന്റെ മുകളിലൂടെ വാട്ടർ സ്പിൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി വി നീഡ് ടു പ്രൊവൈഡ് ഫ്രീ ബോർഡ്. ഫ്രീ ബോർഡ് എന്ന് പറഞ്ഞാൽ ദ എക്സ്ട്രാ ഹൈറ്റ് പ്രൊവൈഡഡ് അബവ് ദ ടോപ്പ് വാട്ടർ സർഫസ്. ഇപ്പോൾ റിസർവോയറിൽ വരുന്ന മാക്സിമം വാട്ടറിന്റെ ലെവൽ ഏതായിരുന്നു? ആ ലെവലിലായിരുന്നു എലിമെന്ററി പ്രൊഫൈലിന്റെ ടോപ്പ് വരുന്നത്. പക്ഷെ പ്രാക്ടിക്കലി നമുക്ക് അതിലും കൂടുതൽ ഒരു കുറച്ച് ഹൈറ്റും കൂടി പ്രൊവൈഡ് ചെയ്യണം. അല്ലെങ്കിൽ എന്ത് പറ്റും? വേവ് ആക്ഷൻ കാരണം ഡാമിന്റെ മുകളിലൂടെ വാട്ടർ സ്പിൽ ചെയ്യും. അത് തടയാൻ വേണ്ടി വി നീഡ് ടു പ്രൊവൈഡ് ഫ്രീ ബോർഡ്. ഫ്രീ ബോർഡ് ആകുമ്പോൾ ഒരു ഇച്ചിരി അധികം വാട്ടർ ഉണ്ടെങ്കിൽ ഡാം സേഫ്റ്റിയെ അഫക്റ്റ് ചെയ്യില്ല. അപ്പൊ നമ്മൾ എലിമെന്ററി പ്രൊഫൈലിൽ പറഞ്ഞതുപോലെ 0 ടോപ്പ് വിഡ്ത്തും പാടില്ല. പിന്നെ ഡാമിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് മാക്സിമം റിസർവോയർ ലെവലിലും പാടില്ല. വി നീഡ് ടു പ്രൊവൈഡ് free board. Appo we need to provide a free board above the top water surface, and also we need a straight top width for road construction above the dam. Appo ee rendu changes nammal elementary profile il varuthanam engile namukku practically dam use cheyan pattum. So the addition of these two provisions will cause resultant force to shift towards hill. Appo nammal ee rendu provision kodukkumbo resultant will shift towards hill. നമ്മൾ എലിമെന്ററി പ്രൊഫൈലിൽ പറഞ്ഞ എന്താണ്? resultant was passing through the inner middle third point. എലിമെന്ററി പ്രൊഫൈലിൽ resultant എന്ന് പറയുന്നത് ഇന്നർ മിഡിൽ തേർഡിലൂടെയാണ് പാസ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഈ ചേഞ്ചസ് വരുത്തി കഴിയുമ്പോൾ, അതായത് സ്ട്രെയിറ്റ് ടോപ്പ് വിഡ്ത്തും ഫ്രീ ബോർഡും പ്രൊവൈഡ് ചെയ്ത് കഴിയുമ്പോൾ റിസൾട്ടന്റ് കുറച്ചും കൂടെ ഹീലിന്റെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും.
അത് ഹീലിന്റെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ കോൺസിക്വന്റ്ലി ടെൻഷൻ വിൽ ബി ഡെവലപ്ഡ് അറ്റ് ദ ടോപ്പ്. റിസൾട്ടന്റ് ഏത് സൈഡിലോട്ട് ഇരിക്കും അപ്പൊ മറ്റേ സൈഡിൽ ടെൻഷൻ വരും. അത് നമ്മൾ പ്രോബ്ലം ചെയ്തപ്പോഴും കണ്ടായിരുന്നു. റിസൾട്ടന്റ് ടുവേർഡ്സ് ടോ ആണെങ്കിൽ ടെൻഷൻ ഹീലിലായിരിക്കും വരിക. റിസൾട്ടന്റ് ടുവേർഡ്സ് ഹീൽ ആയിരിക്കുമ്പോൾ ടെൻഷൻ ടോയിൽ വരും. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്, നമ്മൾ ഈ ചേഞ്ചസ് വരുത്തുമ്പോൾ, അതായത് ഇഫ് വി പ്രൊവൈഡ് or when we provide a straight topward and some free board, resultant will shift towards heel. If resultant shifts towards heel, there will be tension at toe. Resultant will shift towards heel and tension at toe. Tension വരും toe-ൽ. അപ്പോൾ എന്ത് ചെയ്യും? To avoid tension, some masonry or concrete will have to be added to upstream side. അതുകൊണ്ട് we will add masonry or concrete to upstream side to avoid tension development. To avoid tension development. നമ്മുടെ എലിമെന്ററി പ്രൊഫൈൽ എന്ന് പറയുന്നത് ഒരു റൈറ്റ് ട്രയാങ്കിൾ പ്രൊഫൈൽ ആയിരുന്നു വിത്ത് 0, അതായത് അവിടെ ടോപ്പ് വിത്ത് 0യും ഹൈറ്റ് എന്ന് പറയുന്നത് റിസർവോയറിലെ വാട്ടർ സർഫസിന്റെ ടോപ്പ് അവിടെയായിരുന്നു എലിമെന്ററി പ്രൊഫൈലിലെ ഡാമിന്റെ ടോപ്പും. അപ്പൊ നമ്മൾ പ്രാക്ടിക്കൽ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എലിമെന്ററി പ്രൊഫൈൽ യൂസ് ചെയ്യാൻ പറ്റില്ല. അതിനകത്ത് ചേഞ്ചസ് വരുത്തേണ്ട ആവശ്യമുണ്ട്. കാരണം എന്താ, എലിമെന്ററി പ്രൊഫൈൽ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ജസ്റ്റ് എ തിയറിറ്റിക്കൽ പ്രൊഫൈൽ ഫോർ in order to cater to the practical needs we need to provide a free board. Free board എന്ന് പറഞ്ഞാൽ height above top water surface in order to avoid spilling of water over the dam during wave action. And also we need to provide a straight top width for road construction over the top of the dam. അപ്പോൾ ഈ രണ്ട് ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ resultant of forces will be shifting towards the heel. അപ്പോൾ എലിമെന്ററി പ്രൊഫൈലിൽ റിസൾട്ടന്റ് ഇന്നർ മിഡിൽ സൈഡിലൂടെയാണ് പാസ് ചെയ്തിരുന്നെങ്കിൽ ഈ രണ്ട് ചേഞ്ചസ് വരുത്തി കഴിയുമ്പോൾ പ്രാക്ടിക്കൽ പ്രൊഫൈലിൽ റിസൾട്ടന്റ് will shift towards the heel. As the resultant shifts towards the heel, tension will be developed at toe. Tension will be developed at toe. So in order to avoid the development of tension, what is the remedy? We will add some masonry or concrete to the upstream side of the dam. Dam in the upstream lotu korchu masonry or concrete കൂടി add ചെയ്യും. The figure is given.